സഹൃദയരെയും മറ്റൊരു അനുഗ്രഹീത ദിനത്തിൽ പുതിയൊരു ചലച്ചിത്രവുമായി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഈ ചലച്ചിത്രത്തിൻ്റെ നാമകരണം പീപ്പിൾ വി മീറ്റ് ഓൺ വെക്കേഷൻ എന്നാണ്. ഈ ചലച്ചിത്രത്തിൻ്റെ പേര് പോലെ തന്നെ ഇത് മുഴുവനും ഒരു ഉല്ലാസയാത്ര തന്നെയാണ്, മുഴുവൻ വെക്കേഷൻ. നമ്മുടെ കഥയിലെ നായിക നമ്മുടെ സ്വന്തം പൂപ്പിക്കുട്ടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സഞ്ചരിച്ച് നടക്കാൻ, ലോകം മുഴുവൻ സഞ്ചരിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതിയാണ്. അതേസമയമാണ് നമ്മുടെ ഈ അലക്സ് എന്ന് പറയുന്ന കഥാനായകനെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം നമ്മുടെ പോപ്പിയുടെ ശരിക്കും ഓപ്പോസിറ്റ് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വിപരീത തലം. അദ്ദേഹത്തിന് ഒരു നല്ല ബുക്കൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ സമാധാനത്തോടെ അടങ്ങി ഒതുങ്ങിയിരിക്കാനാണ് താല്പര്യം. അങ്ങനെ അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളായി മാറുന്നു. അതിനുശേഷം അവിടെ നിന്നും ചില വഴിപിഴിച്ച ബന്ധങ്ങളിലേക്ക് പിന്നീട് മാറുന്നുണ്ട്. അത് നമുക്ക് അവസാനം മനസ്സിലാവും. ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മുടെ കഥാനായകന് ഒരു കാമുകിയെപ്പോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറേ കഴിഞ്ഞ് അവർ ബ്രേക്കപ്പ് ആവുന്നു. അതിനുശേഷം നമ്മുടെ കഥാനായിക്ക് വേറൊരു കാമുകനാവുന്നു. അതിനുശേഷം അത് ബ്രേക്കപ്പ് ആവുന്നു. അപ്പോൾ ഇവർ നമ്മുടെ കഥാനായകന് വേറൊരു കാമുകിയാവുന്നു. അങ്ങനെ ഓരോ സമയം രണ്ടുപേരും സിംഗിളായിരിക്കാറില്ല. അതിനുശേഷം ഇവർക്ക് വേറൊരു കാമുകനാവുന്നു. അപ്പോൾ അവർ വേറൊരു കാമുകിയാവുന്നു. അങ്ങനെ കഥയുടെ ഒരു പോക്ക് കാണാം. അവസാനം നമ്മുടെ കഥാനായകൻ ഒരു യുവതിയെ പ്രപ്പോസ് ചെയ്യുന്നു. അവൾക്ക് മോതിരമെല്ലാം നൽകി ഇങ്ങനെ എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ പോപ്പി കാണാൻ പോകുന്നത്. അപ്പോൾ പോപ്പിക്ക് വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഈ സമയം പോപ്പി പ്രഗ്നൻ്റ് ആയിരുന്നു. ഇതൊക്കെ അറിഞ്ഞ് ഇവർ തമ്മിൽ കണ്ടുമുട്ടി അങ്ങനെ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കി ഒരു കിസിലേക്ക് അത് കടക്കുന്നു. അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പയ്യനെ ഉമ്മ വയ്ക്കുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും അവിടെ ആ ബന്ധവും തകർന്നു. ഇവരെ അവൾ പ്രേമിക്കത്തുമില്ല. ഇവർ നന്നായി വേറൊരു പെണ്ണിനെ കെട്ടിപ്പോവാനും അവൾ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു പെണ്ണാണത്. അങ്ങനെ ഇവർ ഫൈനലി ഇവർ സെറ്റാവുകയാണ്, പ്രണയിതരാകുന്നു. പക്ഷേ ഇത്തവണ അവളെ കളഞ്ഞിട്ട് പോകുന്നു. ചിരിച്ചെൻ്റെ ഊപ്പാട് വന്നപ്പോൾ ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കിനെ തന്നെ അടിസ്ഥാനം ബേസ് ചെയ്താണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. ഈ ബുക്കിൻ്റെ പേരും പീപ്പിൾ വി മീറ്റ് ഓൺ വെക്കേഷൻ എന്ന് തന്നെയാണ്. അത് എഴുതിയിരിക്കുന്നത് ഒരു പെണ്ണാണ് അത് എഴുതിയത്. എമിലി ഹെൻറി 2021 ഇറങ്ങിയ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിരുന്നു അത്. യൂട്യൂബിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ നിങ്ങൾ പോയി നോക്കണം. ഇതിൻ്റെ ആരാധകരെ കാണണം. അതിന് മാത്രം വലിയ ലവ് സ്റ്റോറിയൊന്നുമില്ല, ഫുൾ അവിഹിതവും പിഴച്ച ഒരു ബന്ധം, അങ്ങനെ വേണമെങ്കിൽ പറയുന്നതാണ് ശരി. ഇതിന് മാത്രം ഫാൻസ് ഇതിനെന്താണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. സാധാരണ മൊത്തം പെൺകുട്ടികളാണ് കൂടുതലും ഫാൻസ് ആയിട്ടുള്ളത് ഇതിന്. അപ്പോഴേ എനിക്ക് തോന്നി ഏതെങ്കിലും വഴിപിടിച്ച സിനിമയായിരിക്കും എന്നെ കണ്ട. പക്ഷേ കണ്ടിരിക്കാൻ കൊള്ളാം കേട്ടോ. സിനിമ പോകുന്ന വെക്കേഷൻസ് അതെല്ലാം വളരെ വളരെ മനോഹരമാണ്. പക്ഷേ സിനിമയിൽ മാത്രം ഇതുപോലെ ഒരു ചെറിയ വഴിപിടിച്ച ബന്ധം മാത്രമേ അതിൽ പോരായ്മയായിട്ടുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല സിനിമയ്ക്ക്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എവിടെ രണ്ടായിട്ട് വലിച്ചു കയറി വല്ല കിണറ്റിലോ ആട്ടിലോ കൊണ്ട് തള്ളിയാലോ എന്ന് വരെ എനിക്ക് തോന്നി. എൻ്റെ പൊന്നോ, എൻ്റെ ക്ഷമ പരീക്ഷിക്കുകയാണോ ഇവളുടെ റിലേഷൻഷിപ്പ് വെച്ച് എന്നെനിക്ക് തോന്നി. എങ്ങനെ ഇവളെ കെട്ടി എന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നത്. പിന്നെ അവിടേക്ക് ആ പ്രദേശങ്ങളിലൊക്കെ ഇതൊക്കെ സ്വാഭാവികം, അതുകൊണ്ട് മനസ്സിലാവും. എന്നും പറഞ്ഞ് എന്തോന്നിത്. അങ്ങനെ നമ്മൾ ഈ സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വെക്കേഷന് വേണ്ടി മാത്രമാണ്. രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ ദൂരെയാണ് താമസിക്കുന്നത്. അതൊക്കെ വളരെ നന്നായി തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ സിനിമ മേക്ക് ചെയ്തിരിക്കുന്ന രീതി കൊള്ളാം. ആ ഒരു എന്താ പറയുക, ഫിലിം മേക്കിംഗ് അത് വളരെ നല്ല ക്വാളിറ്റി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ചലച്ചിത്രം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇറങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ലേഡീസിന് പൊതുവെ ഇഷ്ടപ്പെടാനാണ് സാധ്യത. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആണുങ്ങൾക്കും കണ്ടിരിക്കാം. നമുക്ക് എങ്ങനെയാണ് ഈ സൈക്കോളജി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എൻ്റെ പൊന്നോ, ചിരിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് കാണുക. ചിരിച്ച് അവിടെ ഊപ്പാട് വരും. അവിടെ സ്വഭാവം കണ്ട് എനിക്കിങ്ങനെ ഈ അവിഹിതവും കല്യാണം കഴിഞ്ഞ് വേറെ വീണ്ടും അവിഹിതത്തിന് പോകുന്ന ഇങ്ങനെയുള്ള വഴിവെച്ച ബന്ധങ്ങളൊന്നും അങ്ങനെയുള്ള സിനിമകളൊന്നും ഞാൻ കാണാറില്ല പൊതുവേ. ഇതിപ്പോൾ ഞാൻ കണ്ടു നോക്കിയാണ്, കൊള്ളാം, കുഴപ്പമില്ല, കണ്ടിരിക്കാം എന്ന രീതിയിൽ ഞാൻ കണ്ടു, അത്രമാത്രം. അല്ലാതെ വലുതായിട്ടൊന്നും പൊക്കി പറയാൻ മാത്രം ഒന്നും ഈ സിനിമയിലില്ല. സാധനം കൊള്ളാം, കണ്ടിരിക്കാൻ വളരെ നല്ലൊരു ചലച്ചിത്രം. അല്ലാതെ പ്രണയബന്ധത്തിനെക്കുറിച്ച് ഒന്നും ഇതിൽ എനിക്ക് എടുത്തു പറയാൻ ഒന്നുമില്ല. ഇതിൽ പ്രണയബന്ധത്തെക്കുറിച്ച് പൊക്കി പറയാൻ മാത്രം ഒന്നും ഇതിൽ പരാമർശിക്കാനേ ഇല്ല. നമുക്ക് സമയം ചിലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. വളരെ മനോഹരമായ വഴിപിഴച്ച ഒരു ചലച്ചിത്രം. അപ്പോൾ സഹൃദയരെ നമുക്ക് ഇവിടെ പറയാൻ സമയമായിരിക്കുകയാണ്. ഞാൻ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ പോയിരുന്നു. നമ്മൾ കമൻറ്റ് വായിക്കണമല്ലോ. പക്ഷേ അങ്ങനെ എടുത്ത് പറയാനും മാത്രം ഒരു കമൻറ്റും ഇല്ല. അങ്ങനെ ഒരു നമുക്ക് തോന്നണോ കമൻറ്റ് വായിക്കാനുള്ളൊരു ഇത് വരണമല്ലോ, അതിന് മാത്രമുള്ളൊരു കമൻറ്റ് ഞാൻ അത് കണ്ടില്ല. അതുകൊണ്ട് ഇത്രയും നേരം ക്ഷമാശീലരായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. വളരെ നന്ദി. വീണ്ടും വരാൻ ശ്രമിക്കുക.